ഹായ്. വന്ന് വെള്ളത്തിൽ ചാടുവാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു നിക്കർ ഇട്ടുണ്ട് വരണം, അല്ലെങ്കിൽ നിക്കർ പറഞ്ഞു നോക്കുക. അത്രയും ഫോഴ്സ് ഉണ്ട് വെള്ളത്തിൽ. നല്ല അടിപൊളി മഴയത്ത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ സ്ട്രെസ് കളയാൻ വേണ്ടിയിട്ട് വേറെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? മഴയത്ത് പോയി ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പം ഭയങ്കരമായിട്ട് ലൈവാണ്. അങ്ങനെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലും കൊല്ലം ജില്ലയിലും തിരുവനന്തപുരത്തായാലും അങ്ങനെ ഒരുപാട് വാട്ടർഫോൾസ് ആയാലും ഹിൽ സ്റ്റേഷൻസ് ആയാലും ഒക്കെ ഇപ്പോൾ ലൈവായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ നമ്മുടെ പെർസ്പെക്റ്റീവ് കാണിക്കുന്ന വ്ളോഗിങ് സീരീസാണ് ഈ മഴയത്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് ലിറ്റിൽ കുറ്റാലം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു പെട്ടെന്നൊന്ന് പോയി കണ്ട് സേഫായിട്ട് ഇന്ന് കുളിച്ചിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇത് ഡയറക്ഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേ 8, പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേ 8 കലഞ്ഞൂർ ജംഗ്ഷനിൽ നിന്ന് ഇപ്പോൾ പത്തനംതിട്ട സൈഡിൽ നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ലെഫ്റ്റ് എടുക്കുക. പുനലൂർ സൈഡിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കലഞ്ഞൂർ ജംഗ്ഷനിൽ വന്നിട്ട് നമുക്ക് റൈറ്റ് എടുത്ത് പോകും. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ വീഡിയോയിൽ ഫീച്ചർ ചെയ്യാൻ വന്നിട്ടുള്ളത് സ്പെഷ്യൽ മെൻഷൻസ് വാണിയുടെ നാണമൊക്കെ നമ്മളിന്ന് മാറ്റി കൊടുക്കും. പിന്നെ പാൻ്റ് ആയിട്ടുണ്ടോ? ഞാൻ വിചാരിച്ച് ചെളിയായിരിക്കും. ഇത് എവിടെയാണ് വാങ്ങിച്ചത്? മണി ജെൻസിയാണ് കേട്ടോ. മണി ഇവരെ പോലെ ജെൻസിയാണ്. ഇനി ഒരാളോട് വരാനുണ്ട്, നമ്മുടെ ആശാൻ വരാനുണ്ട്. ആശാൻ അവിടെ ഇരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുക. എത്തി ആശാനും എത്തി. ഹായ്. അപ്പോൾ നമ്മൾ കലഞ്ഞൂർ ജംഗ്ഷനിൽ വന്നിട്ട് കലഞ്ഞൂർ ജംഗ്ഷനിൽ നിന്ന് നേരെ മാങ്കോട് റോഡ് പിടിക്കുക. മാങ്കോട് റോഡ് പിടിക്കുമ്പോൾ ഒരു 2-3 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു സ്പോട്ടുണ്ട്. വാഴപ്പാറ വാട്ടർഫോൾസ് എന്നാണെന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ലോക്കലി നമ്മൾ അറിയപ്പെടുന്നത് എന്താ ലിറ്റിൽ കുറ്റാലം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ തവണ ചാലിക്കര പോയില്ലേ, ചാലിക്കര പോയപ്പോൾ നമ്മുടെ ഒരു അക്വഡേറ്റ് ഉണ്ടല്ലേ, കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ അക്വഡേറ്റ്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ആ അക്വഡേറ്റ് കാണുമ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ ഉള്ളൂ ആ ഒരു ജംഗ്ഷൻ പറയുന്നതാണ് വാഴപ്പാറാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ തന്നെ ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ ആൾക്കാരോട് തിരക്കി കണ്ടുപിടിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത്. ഇത്രയും നല്ലൊരു റോഡിൽ ഈ അക്വഡേറ്റ് ഈ ഒരു ഭാഗം മാത്രം ഇച്ചിരി ഗട്ടറുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിവിടെ പണ്ട് ഇരുപത് വഴിയൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഈ ഒരു സ്ഥലം കണ്ടോ, ഈ ഒരു ഓട, ഈ ഓടയിലോട്ട് വണ്ടിയൊക്കെ ഇടിച്ചിറങ്ങി നിൽക്കുന്നുണ്ട്. രാത്രി കത്തിച്ച് വന്നിട്ട് ഒന്നും അറിയാതെ നേരെ അതിനകത്ത് പോയിട്ട് അങ്ങ് കയറും. ആർട്ടിഫിഷ്യൽ ചിരിമണി. എടാ ഇവിടെ ഈ ജംഗ്ഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വാഴപ്പാറ ആ റോഡ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട്, ജംഗ്ഷനല്ല, ആ ഒരു ചെറിയൊരു അക്വഡേറ്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുന്ന സമയത്ത് ഒരു 100 മീറ്ററേ ഉള്ളൂ. 100 മീറ്റർ മുമ്പോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. ആ കോൺക്രീറ്റ് റോഡ് ഇറങ്ങി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഈ ഒരു സ്പോട്ടിലാണ് വാട്ടർഫോൾസിൻ്റെ എൻട്രി ഉള്ളത്. കാറിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ സേഫായിട്ട് അതുകൊണ്ട് പാർക്ക് ചെയ്ത് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കൊണ്ടിട്ടിട്ട് വേണം പോകാൻ. ഞാൻ മാക്സിമം ചേർത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ചേർക്കാൻ പറ്റില്ല ഗൈസ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സ് ഉണ്ട്. നമുക്ക് എന്തായാലും അകത്തോട്ടൊന്ന് പോയി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. വൺ ഓഫ് ദി ഈസിലി അക്സസിബിൾ വാട്ടർഫോൾസ് ഇൻ ദ ലോക്കൽ ഏരിയ എന്ന് വേണം ഇതിനെക്കുറിച്ച് പറയാൻ. അതായത് നമ്മൾ ആ കലഞ്ഞൂരിൽ നിന്ന് ഇവിടെ വരുന്നു, ആ വാഴപ്പാറ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ വണ്ടി കൊണ്ടിടുമ്പോൾ ഇവിടെ തിരക്കാണെന്നുണ്ടെങ്കിൽ കാർ കൊണ്ട് വരുന്നത് അത്രയ്ക്ക് അഡ്വൈസബിൾ അല്ല. അതായത് ബൈക്കിന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഇവിടെ വണ്ടി കൊണ്ടുവച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നടന്ന് കയറുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്തി ജസ്റ്റ് ഒരു 10 അടി വെച്ച് അങ്ങോട്ട് എത്തും എന്ന് പറയില്ലേ നമ്മൾ, അതേപോലെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വാട്ടർഫോൾസാണ് കേട്ടോ. അപ്പം ഒരു ഹിഡൻ ജെമ്മെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫോൾസിൻ്റെ അടിയിൽ നിന്നിട്ട് സേഫായിട്ട് ഇന്ന് കുളിക്കാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. വലിയ ആ ഹൈറ്റിൽ നിന്ന് വീഴുന്ന വെള്ളം ദേഹത്ത് വന്ന് വീഴുമ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടായിരിക്കും, ഒബ്വിയസ്ലി ഉണ്ടായിരിക്കും. കാരണം വെള്ളത്തിന് ആ ഒരു പെയിനുണ്ട്. അപ്പോൾ അത് സഹിക്കാൻ പറ്റുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഫോൾസിൻ്റെ അടി വന്നിട്ട് നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇന്ന് കുളിക്കാം കേട്ടോ. അതാണ് ഈ കുറ്റാലവും ലിറ്റിൽ കുറ്റാലവും തമ്മിലുള്ള കണക്ഷൻ. നമുക്ക് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റോഡൊന്നും കാണാൻ പറ്റില്ല. കുറച്ചുകൂടെ പ്രൈവറ്റ് ഏരിയ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതിൻ്റെ അത്യാവശ്യം പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളും ഫാമിലി ആയിട്ടൊക്കെ വന്ന് സേഫായിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്പേസ് തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ഒരു അനുഗ്രഹം കിട്ടാറുണ്ട് കേട്ടോ. കാരണം മിക്ക വീഡിയോസിൽ നമുക്ക് ആൾക്കാരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്യാമറാമാൻ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. മലയാളത്തിൽ 14ഓളം സിനിമകൾ ചെയ്തിട്ടുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഒരു ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ ഹലോ, എങ്ങനെയായിരുന്നു പേരെങ്ങനെയായിരുന്നു? അനീഷ് ലാൽ അല്ലേ? ചേട്ടൻ്റെ മെയിൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ഹിന്ദി വേർഷൻ ജമുന പ്യാരൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഞാൻ മിക്ക സിനിമകൾ കണ്ടിട്ടുണ്ട്. അമ്മ ഓക്കെ
ഓക്കെ. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് എങ്ങനെ അറിയാൻ പറ്റി? ഈ സ്ഥലം എനിക്ക് ഞാനിവിടെ വളരെ നേരിട്ട് താമസിക്കുന്നതായിരിക്കും. ഒരു 4-5 കിലോമീറ്ററൊക്കെ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതുവരെ. അന്നും പറഞ്ഞ് മുമ്പൊക്കെ അറിയാം വാട്ടർഫോൾസ് ഉണ്ടെന്നറിയാം. അങ്ങനെ അറിയില്ല. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് മക്കളെ ഇരിക്കുകയാണ്. ആണല്ലേ? ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ സേഫ് സ്ഥലമല്ലേ? ഇതാണല്ലോ ചേട്ടൻ്റെ ഫാമിലി അല്ലേ? ഹായ്. ഓക്കെ. അത് ശരി കേട്ടോ. അങ്ങനെ സേഫായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം വലിയ ആഴമൊന്നുമില്ല. പിന്നെ ഓക്കെ ഓക്കെ ചേട്ടാ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഒരു മടിയില്ലാതെ നമ്മുടെ വീഡിയോയിൽ ഫീച്ചർ ചെയ്യാൻ ചേട്ടൻ സമ്മതിച്ചു. ഒരുപാട് താങ്ക്സ്. ഓക്കെ. അപ്പോൾ എൻജോയ് ദ വ്യൂ. ഓക്കെ. അല്ല, ഇത് ദൂരെ നിന്ന് ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. ചെറിയ വാട്ടർഫോൾസ് ഒക്കെ നമ്മളിപ്പം പൈസ കൊടുത്തൊക്കെ നമ്മുടെ തമിഴ്നാട് സൈഡൊക്കെ പോയി കാണുന്നു. ടോക്കൺ കൊടുത്ത് ഗവൺമെന്റിന്റെ DTDCയുടെ ഒക്കെ സൈഡ് ആ അച്ചൻകോൾ റൂട്ടൊക്കെ പോകുമ്പോൾ ഇതിനേക്കാൾ ചെറിയ വാട്ടർഫോൾസാണ്. 20-30 രൂപയ്ക്ക് ഒരാൾക്ക് ടോക്കൺ എടുത്ത്. പക്ഷെ ഇത് വർത്താണ് കേട്ടോ. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും ആ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഞാനത് ശ്രമിച്ച് ആ വാക്ക് യൂസ് ചെയ്യുന്നില്ല. ഞാൻ പുതിയ വാക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആശാൻ എൻജോയ് ചെയ്യുക കേട്ടോ. ആശാൻ ഈ സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആശാൻ്റെ മുഖത്തൊക്കെ ഉണ്ട്. അത്രയും പീസ്ഫുള്ളായിട്ട് ആശാൻ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. മാത്രം നോയ്സ് ഇവിടെ പിക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ എൻ്റെ തൊണ്ട കീറിയാണ് സംസാരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ നിൽക്കാൻ അത്രയും സേഫാണ്. നമ്മുടെ മുട്ടിൻ്റെ അവിടെ വരെയൊക്കെ മാക്സിമം വെള്ളം വരത്തുള്ളൂ. മാക്സിമം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും കുട്ടികളായിട്ട് എസ്പെഷ്യലി അത് പറയേണ്ട ഒരു സംഭവമാണ്. കുട്ടികളായിട്ട് വന്നിട്ട് സേഫായിട്ട് വെള്ളത്തിൽ ഇറക്കാൻ പറ്റിയൊരു സ്പോട്ട് ഇതാണ്. അപ്പോൾ വന്ന് എൻജോയ് ചെയ്യുക. ഇതുപോലെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫീല് എന്താണെന്ന് മനസ്സിലാക്കുക. നമുക്ക് കുറ്റാലം വരെ പോകാൻ കാശില്ലാത്തവർക്ക് വളരെ ഫ്രീ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കരഞ്ഞൂർ ഇവിടെ വാഴപ്പാറയുടെ അവിടെ വന്നാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം എൻജോയ് ചെയ്യാൻ പറ്റും. ആശാനോട് കുറച്ച് ബി റോൾസ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആശാൻ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. നമ്മുടെ മണിയും നമ്മുടെ അശ്വിനും അവിടെ നിൽക്കുന്നുണ്ട്. അവരും എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചാടണ്ട. വെള്ളത്തിൽ പോയി ഇങ്ങനെ ആ ഇത് നിൽക്കാം. നമുക്കവിടെ നിൽക്കാം. എടാ, ചാടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇല്ല ഇവിടെ. അവിടെ പോയി നിൽക്കാം. നമുക്ക് ആ ഷവർ എടുക്കാം. വാ. അപ്പോൾ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിവിടെ സേഫ് ആയിട്ടോ. ഒരു പ്രശ്നമില്ല. ഞാൻ ആ വെള്ളത്തിൽ ഒരു നാച്ചുറൽ ഷവർ എടുക്കാൻ പോവാണ്. എൻ്റെ കൂടെ അവന്മാരാരുമില്ല. ഇതേ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അശ്വിനും ഉണ്ട്. ഇവിടെ അമ്മ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ അമ്മ ഈ സ്ഥലത്ത് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വന്ന് വെള്ളത്തിൽ ചാടുവാണെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ളൊരു നിക്കർ ഇട്ടുകൊണ്ട് വരണം. അല്ലെങ്കിൽ നിക്കർ പറഞ്ഞു നോക്കേ. അത്രയും ഫോൾസ് ഉണ്ട് വെള്ളത്തിൽ. അതെ, വേറെന്ത് വേണം? ഇതുപോലൊരു നാച്ചുറൽ ഷവറിൻ്റെ കീഴിൽ നല്ല അടിപൊളി മഴയത്ത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഫീൽസ് ലൈക്ക് എ മെയിൻ ക്യാരക്ടർ. ഇതിൻ്റെ സ്റ്റോറി ഇവ മെയിൻ ക്യാരക്ടർ, എൻ്റെ സ്റ്റോറി ഞാൻ മെയിൻ ക്യാരക്ടർ. നിങ്ങളിവിടെ വരുവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾ മെയിൻ ക്യാരക്ടർ. അപ്പോൾ അടിപൊളി, എൻജോയബിൾ. നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ് റിലീവ് ചെയ്യാൻ പറ്റിയ വേറൊരു അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ എനിക്ക് പറയാനില്ല കാര്യം. അപ്പോൾ എൻ്റെ നോളജ് ലിമിറ്റഡ് ആണ്. അപ്പോൾ വേറെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ദിസ് ഈസ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ കലഞ്ഞൂരുള്ള വാഴപ്പാറ ലിറ്റിൽ കുറ്റാലം വാട്ടർഫോൾ. സൂപ്പർ. ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അത് വിഷ്വൽ സൈസ് ഇറ്റ് ഓൾ. അത്രേ ഉള്ളൂ. മഴ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നില്ല. നമ്മൾ ഈ വീഡിയോ അമ്മ കാണുകയാണെങ്കിൽ അമ്മ തെറി വിളിച്ച് കണ്ണു പൊട്ടിക്കുമായിരിക്കും. ഇന്നലെയും കൂടെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ എടാ വെള്ളത്തിലൊന്നും പോയി ഇറങ്ങല്ലടാ. അപ്പോൾ this is it guys. This is me Anandan signing off from channel 66 with Nikhil, Mani and Ashwin. See you until next time.